വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. കാരണം ഇനിയുള്ള ഗുളാന്തര യാത്രകൾ അല്ലെങ്കിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രകളും എക്സ്പെഡീഷൻസും ദൗത്യങ്ങളും ഒക്കെ വരാൻ പോവുകയാണ്. അത്രയും കാലത്തേക്ക് മനുഷ്യ ശരീരത്തിന് നിൽക്കാൻ കഴിയുമോ ഇതേ ആരോഗ്യത്തോടെ എന്ന് ഓരോ ഘട്ടത്തിലും പരീക്ഷിച്ച് ഉറപ്പിക്കേണ്ടത് ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഉത്തരവാദിത്തമാണ്. അതിനായിട്ടാണ് അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണമല്ലേ അങ്ങനെ പറയാം, ഒരു ആ രീതിയിൽ പോയിട്ടാണ് അവർ ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. പക്ഷേ ശാസ്ത്രലോകം അത്രമാത്രം വളരെ വളരെ കൃത്യതയോടു കൂടി തന്നെയാണ് ഈ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അനോമലികൾക്കും സാധ്യതയില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. അവിടെ പോയി അത്തരം പരീക്ഷണം നടത്തുന്നു. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള മൈക്രോഗ്രാവിറ്റിയിൽ ഭാരം അനുഭവപ്പെടാത്തൊരു അവസ്ഥയിൽ പല പരീക്ഷണങ്ങളും ചെയ്യുന്നു. അവിടെ ചെടികളെ വളർത്തിയെടുക്കുന്നു, വിത്തുകൾ മുളപ്പിക്കുന്നു. അതിനൊക്കെ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ സംഭവിക്കുമ്പോൾ ഭൂമിയിലുള്ള വിത്ത് മുളക്കുന്നത് പോലെ തന്നെയാണോ അവിടെ ഉള്ളത്? അതിനെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഗുണങ്ങളുണ്ടോ? ഇതെല്ലാം പഠിച്ച് പഠനവിധേയമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗുളാന്തര യാത്രയിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അസുഖം, ഒരു ബുദ്ധിമുട്ട്, ശാരീരികമായ ബുദ്ധിമുട്ട് ഒരു മനുഷ്യനുണ്ടാവുകയാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടി അവിടെ വേണം. അപ്പോൾ അത് നാട്ടിലുള്ള പോലത്തെ ഒരു സ്കാനിങ് മെഷീൻ ഉപയോഗിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ ടെക്നോളജി, AI ഉപയോഗിച്ചും ഓഗ്മെന്റഡ് റിയാലിറ്റി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ പരീക്ഷിക്കുകയാണ്. അപ്പോൾ അത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പല ദൗത്യ സംഘങ്ങളെ അങ്ങോട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നത്. എക്സ്പെഡീഷൻ 71, 72, 73, 74 അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ നമ്മൾ അനിൽ മേനോൻ സംഘവും പോകുന്നത്. എക്സ്പെഡീഷൻ 75ന്റെ ഭാഗമായി 74 എന്ത് ചെയ്തു വെച്ചോ അതിന്റെ ഒരു തുടർച്ചയാണ് 74ലും 75ലും ഒക്കെ അനിൽ മേനോൻ സംഘവും ചെയ്യാൻ പോകുന്നത്. 100 കണക്കിന് പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കാനിങ് മെഷീനുകൾ. അവിടെ ഒരു പുതിയ സ്കാനിങ് മെഷീനുകൾ ഉപയോഗിക്കാൻ പോവുകയാണ്. മനുഷ്യ ശരീരത്തെ കൃത്യമായി സ്കാൻ ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അവിടുന്ന് വെച്ച് തന്നെ കണ്ടെത്താനും പരിഹരിക്കാനുമുള്ള സാങ്കേതിക വിദ്യകളൊക്കെ പരീക്ഷിക്കാൻ പോവുകയാണ് നമ്മുടെ മൂന്നർ സംഘം. അപ്പോൾ അതിനുള്ള യാത്ര ഇതാ ഇപ്പോൾ 8:09 ആയിരിക്കുന്നു സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം. 8:17 ഈ വിക്ഷേപണം നടക്കുക. ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് എല്ലാം വളരെ അക്യുറേറ്റ് ആയി മുന്നോട്ട് പോകുന്നു എന്നാണ് കോസ്മോഡ്രോമിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ മിനിറ്റുകൾക്കകം ഈ റോക്കറ്റ് ഈ നമ്മുടെ ദൗത്യ സംഘത്തെയും വഹിച്ചുകൊണ്ട് കുതിച്ചു വരും. ഹാഷ്മി, ലോകത്തെ ആദ്യ ബഹിരാകാശ യാത്രികൻ പിറന്നത് ബൈക്കന്നൂരിൽ നിന്നാണ്. ബൈക്കന്നൂരിന് അത്രത്തോളം ചരിത്രപരമായ പ്രാധാന്യം അവിടെയുണ്ട്. സോയസിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇത് പ്രൂവണാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അൺസർട്ടനിറ്റി ഉള്ളതിൽ ബാക്കിയില്ല. സോയസ് പലയാവർത്തി ചെയ്ത് പഴക്കമെന്ന് പറയില്ലേ, അത്തരത്തിൽ തഴക്കം വന്ന ഒരു സംവിധാനമാണ് സോയസ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനിശ്ചിതത്വങ്ങളില്ല. നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ അനിശ്ചിതത്വങ്ങളുടെ 1001% കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മിഷൻ നടക്കില്ല. കാര്യം ഇത് മാൻഡ് മിഷനാണ്, ഏതെങ്കിലും റിസ്ക് എടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇതുവരെ 100% കാര്യങ്ങൾ സെറ്റാണ്. അവിടെ വെഹിക്കിളിനുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട അനിൽ മേനോൻ അവിടെ ഇരിക്കുന്നുണ്ട്. 8 മണിക്കൂർ ഈ പറയുന്ന രീതിയിൽ ഇനിയിപ്പം 8 മാസത്തെ പലതരത്തിലുള്ള പരീക്ഷണം. ഏറ്റവും ഒടുവിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർ അനിൽ മേനോൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന പരീക്ഷണം ബഹിരാകാശ യാത്രികളുടെ മുന്നോട്ടുള്ള പോക്കിൽ കുറച്ചുകൂടി കൂടുതൽ നാളുകൾ തമ്പടിക്കേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ബഹിരാകാശ യാത്രകളുടെയും ബഹിരാകാശ സ്റ്റേഷനുകളുടെയും ഇപ്പോൾ ചന്ദ്രനിൽ ഒരു ബേസ് എന്നൊക്കെയുള്ള മനുഷ്യന്റെ സ്വപ്നങ്ങളിലേക്കൊക്കെ അധികം ദൂരമല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ പറയുന്ന നേരത്തെ ഡോക്ടർ സുനിതയുടെ കാര്യം പറഞ്ഞിരുന്നു. സുനിത വില്യംസ് അവിടെ കുറച്ചാൾ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടുത്തെ മൈക്രോഗ്രാവിറ്റിയിൽ അവരുടെ പേശികൾക്കും ഒക്കെ ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ ബാക്ക് ടു ഭൂമിയിലേക്ക് എത്തിയതിനു ശേഷം കുറേ നാൾ വിശ്രമത്തിലൊക്കെ കിടക്കേണ്ടി വന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഉള്ള പുതിയ പരീക്ഷണങ്ങൾ, നേരത്തെ പ്രജിൻ പറഞ്ഞതുപോലെ അങ്ങോട്ടേക്ക് അധികം മെഡിക്കൽ സപ്ലൈ, ദീർഘനാൾ അവിടെ കഴിയേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് എപ്പോഴും മെഡിക്കൽ സപ്ലൈ കൊണ്ടുപോകൽ സാധ്യമാകുന്നില്ല. IV ഫ്ലൂയിഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രാവീനസ് ഫ്ലൂയിഡാണ്. അത് അവിടുത്തെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് IV ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ എന്നടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാവി ബഹിരാകാശ യാത്രികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന, വലിയ ഊർജ്ജം നൽകുന്ന കുറേയധികം ഗവേഷണങ്ങൾ നടത്താൻ പോകുന്നു നമ്മുടെ പ്രിയപ്പെട്ട അനിൽ മേനോൻ. സമയം 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. ഇനിയിപ്പോൾ 6 മിനിറ്റിനപ്പുറം ആ ലോഞ്ച് അവിടെ നടക്കാൻ പോവുകയാണ്. ഇപ്പം അവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അതിന്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. അതിൽ മധ്യഭാഗത്ത് സെൻട്രൽ സീറ്റിലുള്ളത് പീറ്റർ ദുബ്രോവാണ്. സെൻട്രൽ സീറ്റിലുള്ളത് അന്ന കിക്കിന ലെഫ്റ്റ് സൈഡിലും, ഒപ്പം നമ്മുടെ അനിൽ മേനോൻ റൈറ്റ് സൈഡിലെ സീറ്റിലുമാണ് ഇരിക്കുന്നത്. ഇതാണ് അവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉള്ളത്. അപ്പോൾ ആ ഘട്ടങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി പൂർത്തിയാക്കുന്നു. അവർക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്ന് നൽകുന്നുണ്ട്, ആ കൺട്രോൾ സ്റ്റേഷൻ നൽകുന്നുണ്ട്. അതനുസരിച്ചാണ് അവർ ഓരോ ഘട്ടങ്ങളിലും കടന്നു പോകുന്നത്. ഇനി കേവലം 7 മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ലിഫ്റ്റ് ഓഫിന്. അതിനായുള്ള സമയം ഇപ്പോൾ അടുത്തു വരികയാണ്. അഭിമാന നിമിഷമാണ്. ഒരു
ചരിത്രം ഇവിടെ കുറിക്കപ്പെടുകയാണ്. ആദ്യ ഫ്ലൈറ്റിന് എല്ലാവിധ ആശംസകളും അനിൽ മേനോന് നമുക്ക് നേരാം. കാരണം ഒരു മലയാളി ആദ്യമായി ബഹിരാകാശത്തേക്ക് എത്താൻ പോവുകയാണ്. അതിന്റെ വലിയ സന്തോഷവും ഒക്കെ നമുക്കുണ്ട്. അത് പറഞ്ഞറിയിക്കാനും കഴിയുന്നതിനപ്പുറമാണ്. അദ്ദേഹം അമേരിക്കൻ പൗരത്വമുള്ള ആളാണെങ്കിലും അമേരിക്കൻ സ്പേസ് ഫോഴ്സിലെ കേണലാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ വേരുകൾ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ വീട് ഇവിടെ പാലക്കാട് ഒറ്റപ്പാലമാണ്. അതുകൊണ്ട് തന്നെ ആ മലയാളത്തിന്റെ ആ സ്പർശം അത് ബഹിരാകാശത്തേക്ക് എത്തുന്നു എന്നുള്ളതിൽ നമുക്ക് വലിയ അഭിമാനമുണ്ട്. അദ്ദേഹത്തിന്റെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് 1 മുതൽ 10 വരെ അദ്ദേഹത്തിന് മലയാളത്തിൽ എണ്ണാൻ അറിയാം, അതോടൊപ്പം നമസ്കാരം എന്ന് പറയാനറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാകുമെന്നൊക്കെ അദ്ദേഹം പല അഭിമുഖങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കുറിച്ചിട്ടുമുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ അദ്ദേഹം പലപ്പോഴായി പങ്കുവച്ചിട്ടും ഉണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. ഡൽഹിയിൽ വെച്ച് ഗ്രാൻഡ് മദറിന്റെ ഒരു പിറന്നാൾ ആഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിന്റെ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ മലയാളത്തിലടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തൊക്കെ ഉണ്ട്. അപ്പം മലയാളം തന്നെയാണ്, മലയാളം വാനോളം മലയാളി എന്ന ആ ടൈറ്റിലിൽ അത് അന്വർത്ഥമാക്കും വിധം തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് വലിയ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു മലയാളി സ്പർശമുള്ള ഒരാൾ, മലയാളി വേരുകളുള്ള ഒരാൾ ബഹിരാകാശത്തേക്ക് പോകുന്നു എന്നത് ഏറെ അഭിമാനമുള്ള കാര്യം തന്നെയാണ്. ഇനി നേരത്തെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ഈ ചോദ്യമാണ്, ഈ എങ്ങനെയാണ് ഭൂമിയിൽ കഴിയുന്നത് പോലെ ബഹിരാകാശത്ത് കഴിയാൻ കഴിയുക, അവിടെ ഈ എങ്ങനെയാണ് നമ്മുടെ ടോയ്ലറ്റിംഗ് ഫെസിലിറ്റി, അതുപോലെ ഭക്ഷണം കഴിക്കുന്ന രീതി എങ്ങനെയാണ്? അതെല്ലാം അത് മാത്രമല്ല പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ നമ്മൾ ദിവസേന ചെയ്യുന്ന വ്യായാമ മുറകൾ പോലും അവിടെ ചെയ്യണം എന്ന നിർബന്ധമാണ്. അതൊരു പ്രോട്ടോക്കോളിന്റെ ഭാഗം കൂടിയാണ്. കാരണം നമ്മുടെ ശരീരത്തിന് മൈക്രോഗ്രാവിറ്റിയിൽ ഭാരം അനുഭവപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഈ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനകത്ത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള, അതിപ്പോൾ രക്തമാണെങ്കിൽ നമ്മുടെ ഫ്ലൂയിഡിന് പോലും കൃത്യമായൊരു നിലയില്ല, അതിന് ആ ഭാരമില്ലാത്തൊരവസ്ഥ ശരീരത്തിനകത്ത് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് കൃത്യമായ വ്യായാമ മുറകൾ അത് മുടക്കമില്ലാതെ എല്ലാ ദിവസവും ചെയ്യണം. അത് ഒരു പ്രോട്ടോക്കോളിന്റെ ഭാഗം കൂടിയാണ്. അപ്പൊ അങ്ങനെ സ്പേസിൽ വെച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ കൂടി പരീക്ഷിക്കപ്പെടുന്നുണ്ട് പല രീതിയിൽ. അതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ കൗതുകങ്ങൾക്കപ്പുറത്ത് ഇവർ 6-8 മണിക്കൂർ ഈ പറയുന്ന നിരന്തര ശാസ്ത്രീയ, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം ബഹിരാകാശത്തിൽ കൂടുതൽ പോയെന്ന് പറഞ്ഞാൽ പോലും ബഹിരാകാശത്തുള്ള ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും അത്രത്തോളം വിലപ്പെട്ടതാണല്ലോ. ആ വിലപ്പെട്ട മണിക്കൂറുകൾ ഒരു ദിവസം 8, 7, 8, 9 മണിക്കൂറൊക്കെ ശാസ്ത്ര പരീക്ഷണങ്ങൾ, നിരന്തര പരീക്ഷണങ്ങൾ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അങ്ങനെ പല രീതിയിൽ നോക്കിക്കൊണ്ട് അവർ ഇപ്പൊ 8 മാസത്തെ ഓരോ ദിവസവും അങ്ങേറ്റം കഠിനാധ്വാനത്തിൽ കൂടിയാണ്, ലോകത്തിന് വേണ്ടി കൂടിയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത് ഈ പറയുന്നത് പോലെ, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, സ്വന്തം ജീവൻ പണയം വെച്ചും സ്വന്തം ആരോഗ്യം നോക്കാതെയും ഒക്കെയാണ് ഒരു മനുഷ്യരാശിക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി ഈ പറയുന്ന ശാസ്ത്രജ്ഞരെല്ലാം. അതുകൊണ്ട് നമ്മൾ എത്ര തവണ അവരെ സല്യൂട്ട് ചെയ്താലും അത് മതിയാവില്ല. കാരണം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ അടുത്ത തലമുറകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇനി ഈ ഗുളാന്തര യാത്രകളിലേക്കൊക്കെ മനുഷ്യർ കടക്കുന്ന സമയത്ത് അതിന്റെ കൂടി ഒരു സപ്പോർട്ടിന് വേണ്ടി, അതിന്റെ കൂടി പിന്തുണയ്ക്ക് വേണ്ടിയാണ് ഇവർ അവരുടെ ആരോഗ്യം പോലും വകവെക്കാതെ അവിടെ മാസങ്ങളോളം കഴിഞ്ഞ് ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. സുനിത വില്യംസ് എന്താണ് പറയുക, അവിടെ മടങ്ങി വരുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ദിവസങ്ങളോളം, ഏതാണ്ട് ഈ 100-200 ദിവസങ്ങൾക്ക് കൂടുതൽ അവിടെ ചെലവഴിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തിരികെ ഭൂമിയിലേക്ക് എത്തിയപ്പോൾ അവർക്ക് ആദ്യമൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഭൂമിയിൽ എത്തിയ ശേഷം അത് തിരികെ റെഡിയാക്കി എടുക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ദിവസേന എന്നോണം ഈ വ്യായാമ മുറകൾ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക, ഇതെല്ലാം അവിടെയും നടക്കുന്നുണ്ട്. എന്തിനധികം പറയുന്നു, ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണ് പിന്നെ ഹാഷ്മി. അപ്പോൾ ഈ ട്രയോണ്ട എന്ന് പറയുന്ന ബോൾ ഉണ്ടല്ലോ, ട്രയോണ്ട ബോൾ അവിടെ എത്തിയിട്ടുണ്ട്. ട്രയോണ്ട ബോൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളൊക്കെ അവിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അവിടെയുള്ള ഈ എക്സ്പെഡിഷൻ 74 ഒക്കെ ഭാഗമായിട്ടുള്ള ശാസ്ത്രജ്ഞർ നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എങ്ങനെ എത്തി ആ ബോൾ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാർഗോ ഷിപ്പുകൾ വഴി അത് കൃത്യമായി ഓരോ സമയത്തായി, ഓരോ ഷെഡ്യൂളായി അതിങ്ങനെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ഈ പരീക്ഷണങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടേക്ക് എത്തിക്കുന്നുണ്ട് ശാസ്ത്രജ്ഞർ എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.